with iOS 14, airports are getting even better. Hey guys, welcome back to another video from Imaginations. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ iOS 14 ബീറ്റ വെർഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിരുന്നു. WWDC 2020 എയർപോർട്ട്സിൽ വന്ന ഒരു മാസീവ് ചേഞ്ച്. ആ ഒരു സംഭവം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ എയർപോർട്ട്സിലും ഒരു ഫേംവെയർ ഉണ്ടെന്നും അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എയർപോർട്ടിൽ വരുന്ന എയർപോർട്ട് ജനറേഷൻ 2 ആൻഡ് എയർപോർട്ട് പ്രോയിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. iOS 14 അപ്ഡേറ്റോട് കൂടി നമുക്ക് കിട്ടുന്ന പുതിയ ചേഞ്ചസ് എന്താണെന്ന് നോക്കാം. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാമെന്ന് അറിയില്ലെങ്കിൽ വാച്ച് ദ വീഡിയോ ടിൽ ദ എൻഡ്. ഈ ഫീച്ചേഴ്സ് പറഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുന്നതും കൂടെ ഞാൻ പറയുന്നതാണ്. സോ ലെറ്റ് us start. ഇപ്പോൾ നമ്മുടെ ഫോണുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന iOS വേർഷൻ 2D15 ജനറേഷൻ 2 ആണ്. നമ്മൾ iOS 14 ഉപയോഗിച്ച് നമ്മൾ ഫേംവെയർ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എയർപോർട്ടിൻ്റെ വേർഷൻ 2B584. 2B584 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തെന്നാണ്. നമ്പർ 1, ഓട്ടോമാറ്റഡ് ഡിവൈസ് സ്വിച്ചിങ്. നമ്മുടെ കയ്യിൽ ഒന്ന് കൂടുതൽ ആപ്പിൾ ഡിവൈസസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡിവൈസിൽ എയർപോർട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ എയർപോർട്ട് നമ്മുടെ ഐക്ലൗഡ് അക്കൗണ്ടുമായി കണക്ട് ചെയ്യുന്നതാണ്. ഇപ്പം നമുക്ക് ഒരേ സമയം ഐഫോണും ഐപാഡും മാക് OS ഉള്ള സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഐപാഡിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മാക്കിലൊരു സൂം കോൾ വരുന്നത്. ഇമ്മീഡിയറ്റ്ലി നമ്മൾ മാക് OSലേക്ക് അതിൻ്റെ പോപ്പപ്പ് വരും. നമ്മൾ ഓട്ടോമാറ്റിക് ഡിവൈസ് സ്വിച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ഐഫോണിൽ കോൾ വരികയാണെങ്കിൽ ഐഫോണിൽ നമ്മളെ ഓഡിയോ ഓട്ടോമാറ്റിക്കലി ഐക്ലൗഡ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് മൾട്ടിപ്പിൾ ഡിവൈസ് വെച്ച് സ്വിച്ച് ചെയ്യുന്നതാണ്. നമ്പർ 2, ബാറ്ററി നോട്ടിഫിക്കേഷൻ. മുമ്പ് നമ്മൾ എയർപോർട്ടിൻ്റെ ബാറ്ററി പവർ ഡൗൺ ആവുകയാണെങ്കിൽ നമുക്കൊരു ബീപ്പ് സൗണ്ട് വന്നിട്ടാണ് എയർപോർട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ലെസ് ദാൻ 10% ആണെങ്കിൽ ഒരു പോപ്പപ്പ് വന്നിട്ട് നമുക്കറിയാൻ പറ്റും നമ്മുടെ എയർപോർട്ട്സിൻ്റെ ബാറ്ററി ഈസ് അബൌട്ട് ടു ഡൈ എന്ന്. നമ്പർ 3, ഷെയറിംഗ് ആപ്പിൾ TV ഓഡിയോ. നമ്മുടെ വീട്ടിൽ നമ്മൾ ആപ്പിൾ TV ഉണ്ടെങ്കിൽ നമുക്കൊരു മൂവി കാണണമെങ്കിൽ 2 പേർക്ക് കാണണമെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആപ്പിൾ TVയുടെ ഓഡിയോ നോർമൽ TV പ്ലേ ചെയ്യുകയാണെങ്കിൽ മക്കൾ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിസ്റ്റർബൻസ്. നമ്മുടെ ആപ്പിൾ TVയിലെ ഓഡിയോ നമുക്ക് മറ്റ് എയർപോർട്ട്സുമായി ഓഡിയോ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് ആ TV ഷോ ഏതാണ് നമ്മൾ കാണുന്നത് ഈസിയായിട്ട് എൻജോയ് ചെയ്യാം. ഇനി വരുന്ന അപ്ഡേറ്റ്സ് എല്ലാം എയർപോർട്ട് പ്രോക്ക് മാത്രമാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമ്പർ 4, സ്പെഷ്യൽ ഓഡിയോ. സ്പെഷ്യൽ ഓഡിയോ എന്ന് വെച്ചാൽ നമുക്കൊരു ഡോൾബി തിയേറ്ററിൽ മൂവി കാണുന്ന പോലെ ഡോൾബി 5.1, 7.1 ആൻഡ് അറ്റ്മോസ് ഡോൾബി എല്ലാം ആപ്പിൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എയർപോർട്ട്സ് നിൽക്കുന്ന എയർപോർട്ടിൻ്റെ ജൈറോസ്കോപ്പ്, ആക്സിലറോമീറ്റർ, അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിൻ്റെ ഐഫോണോ ഐപാഡോ ഡിവൈസിൻ്റെ ജൈറോസ്കോപ്പും ആക്സിലറോമീറ്ററിൻ്റെ പൊസിഷൻ ആപ്പിൾ ട്രാക്ക് ചെയ്തിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ബാക്കിൽ നിന്ന് വരുന്ന സൗണ്ട്, ടോപ്പിൽ നിന്ന് വരുന്ന സൗണ്ട്, ഇതെല്ലാം ആപ്പിൾ ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ പൊസിഷൻ അനുസരിച്ച് ഓട്ടോമാറ്റിക് നമ്മുടെ സൗണ്ട് ക്വാളിറ്റി നമുക്കൊരു റിയൽ ഡോൾബി സിസ്റ്റത്തിൽ ഇരുന്ന് കേൾക്കുന്ന ഓഡിയോ ക്വാളിറ്റി നമുക്ക് എയർപോർട്ട് പ്രോസിൽ ഇനി മുതൽ അവൈലബിൾ ആയിരിക്കും. നമ്പർ 5, മോഷൻ API ഫ്രം ആപ്പിൾ. ആപ്പിൾ ഈ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ മറ്റ് ഡെവലപ്പേഴ്സുമായി ഷെയർ ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് വന്നാൽ ബ്രില്യൻ എക്സ്പീരിയൻസ് ആയിരിക്കും. മെനി പീപ്പിൾ വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് അമേസിങ് ഗെയിംസ് ആൻഡ് ഫിറ്റ്നസ് ആപ്പ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു PUBG കളിക്കുന്ന PUBGയിൽ ഈ ഒരു ടെക്നോളജി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ നിന്ന് എനിമീസ് വരുന്ന സമയത്തും എവിടെ നിന്നാണോ ആക്ച്വലി ഈ ആളുകൾ വരുന്നത്, അറ്റാക്ക് നടക്കുന്നത്, എല്ലാം നമുക്ക് ആ ഒരു റിയൽ 3D വോയിസ് സറൗണ്ടിങ്ങിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്പർ 6, ഫ്രീക്വൻസി സെറ്റിംഗ്. നമ്മൾ നോർമലി കേൾക്കുന്ന സോങ്സ്, മൂവീസ് എല്ലാത്തിനും നമുക്ക് നമ്മൾ ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് വെക്കാം. മാത്രമല്ല ഔട്ട്സൈഡ് ട്രാൻസ്പെറൻറ്റ് മോഡിൽ നമുക്ക് പുറത്തുള്ള സൗണ്ടുകൾ കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ടും നമ്മൾ നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുള്ള വോയിസ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയിട്ട് നമുക്ക് നമ്മളുടെ ഓൺ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ iOS 14 അപ്ഡേറ്റോട് കൂടി നമ്മൾ എയർപോർട്ട്സിന് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ കുഞ്ഞൻ എയർപോർട്ട്സിൻ്റെ ഫേംവെയർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് ചെക്ക്. ആദ്യം നമുക്ക് എയർപോർട്ട് നമ്മുടെ ഫോണുമായി കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എയർപോർട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എയർപോർട്ടിൽ പവർ കണക്ട് ചെയ്യുക. പവർ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് അത് ഫുൾ ടൈം കണക്റ്റഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് കണക്റ്റഡ് ആണെന്ന് കാണിക്കും. എന്നിട്ട് ജസ്റ്റ് ആ ഫോണിൻ്റെ അടുത്ത്
നമ്മുടെ എയർപോഡ് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫേംവെയർ പുഷ് ചെയ്യുന്നതാണ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെ ആയാലും താഴെ കമൻറ്റ് സെക്ഷനിൽ തരിക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരെ, until then, take care and bye.